സോ കേസ് നമ്പർ 4 അല്ലേ, പ്രിൻസിപ്പൽ കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സ് ആണ് ഇവിടുത്തെ അപ്പലന്റ്. ഡാഡിയൻ ടെക്നോളജീസിലെ അങ്ങനെയല്ലേ വായിക്കാം, ഡാഡിയൻ ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് 2024 സുപ്രീം കോർട്ടാണ് അല്ലേ. ഇത് ആക്ച്വലി ഒരു SLP ആണ്, സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ആണ്. സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ നമ്മൾ എപ്പോഴാണ് കൊടുക്കുക, സാധാരണ ലോവർ കോർട്ടിൽ ഉള്ള ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അവിടെ ഒരു എന്താ പറയുക, എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് കൊടുക്കുന്ന ഇതാണ്. അതായത് ജഡ്ജ്മെന്റിൽ ഇൻകറക്റ്റ് ആണെന്നും പറഞ്ഞിട്ട് സ്പെഷ്യൽ അറ്റൻഷനോടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന അവിടെ ഒരു പെറ്റീഷനാണ്. അങ്ങനെയാണിത് ശരിക്കും പ്രിൻസിപ്പൽ കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സ് അപ്പീൽ അല്ലെങ്കിൽ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കേസിലാണ് PCIT വേഴ്സസ് ഡാഡിയൻ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് 2024 സുപ്രീം കോർട്ടാണ്. Whether the expenses incurred by the assessee towards development of software for advertisement which due to technological development had to be abandoned can be claimed as revenue expenditure allowable. So കേസ് ഇങ്ങനെയാണ്, ഇവർ ഒരു അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് ഇന്റർനെറ്റ് വഴി ഒരു അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യായിരുന്നു. അപ്പോൾ ശരിക്കും അറിയാലോ ഭയങ്കര ന്യൂ ടെക്നോളജീസിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും പുതിയ ന്യൂ ടെക്നോളജീസ് ഒക്കെ വന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഇവരുടെ സാധനം ഔട്ടായി. ഇതാണല്ലോ സംഭവിച്ചത്, ഇവരുടെ സാധനം ഔട്ടായി. അപ്പോൾ പിന്നെ അത് വീണ്ടും വെച്ചുകൊണ്ടിരിക്കുന്നത് കാര്യമില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു, അത് കോഷ് ചെയ്തു, നേരെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് ക്ലെയിം ചെയ്തു. അപ്പോൾ ഇത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇൻകത്തിന് അഗെയിൻസ്റ്റ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല, റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്, ഡിപ്പാർട്ട്മെന്റ് SLP ഫയൽ ചെയ്തത്. നമുക്ക് നോക്കാം എന്താണ് സംഭവിച്ചതെന്നുള്ളത്. സോ ഇഷ്യൂ എന്താണ്, വിത്ത് എക്സ്പെൻസസ് ഇൻകേർഡ് ഓൺ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് വിച്ച് വാസ് ലേറ്റർ അബാൻഡൻഡ് ഡ്യൂ ടു ടെക്നോളജിക്കൽ ചേഞ്ചസ് ക്യാൻ ബി അലൗഡ് ആസ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നുള്ളതാണ്. അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇഷ്യൂ അല്ലേ. നല്ല രസമുള്ള ഒരു കേസിലോ തന്നെയാണ്. ഫാക്ട്, ഈ ഒരു കമ്പനി എന്ത് ചെയ്തു, ഡാഡിയൻ ടെക്നോളജീസ് വാസ് ഡെവലപ്പിംഗ് സോഫ്റ്റ്വെയർ ഫോർ ഇന്റർനെറ്റ് അഡ്വർടൈസിംഗ്. Due to rapid technological advancement, the software became obsolete before completion. As a result, the company abandoned the project and incurred losses on the expenditure made towards the development. So, all the development expenditure അവർ എന്ത് ചെയ്തു, ചാർജ് ചെയ്തു, റവന്യൂ എക്സ്പെൻഡിച്ചർ ആക്കിയിട്ട് കാണിച്ചു. സോ നല്ലൊരു എമൗണ്ട് ഉണ്ടാവും, അപ്പോൾ അത്യാവശ്യം ടാക്സ് കുറഞ്ഞിട്ടുണ്ടാവും. അതായിരിക്കുമല്ലോ ഡിപ്പാർട്ട്മെന്റിലെ ഇഷ്യൂ. സോ എന്തായിരുന്നു ഡിസിഷൻ വന്നത്, ഹൈക്കോർട്ട് ruled that since the product was abandoned and no enduring benefit was derived, the loss is not a capital nature. ഒരു ക്യാപിറ്റൽ നേച്ചറിലുള്ള അല്ല, എന്ത് ചെയ്യാം, റവന്യൂ എക്സ്പെൻഡിച്ചർ ആക്കുന്നതിന് കുഴപ്പമില്ല, ക്ലെയിം ഡിഡക്റ്റബിൾ ആണെന്നുള്ളതാണ് ഹൈക്കോർട്ട് പറഞ്ഞത്. എക്സ്പെൻഡിച്ചർ റവന്യൂ നേച്ചർ ആണ്, അലൗബിൾ ആസ് എ ഡിഡക്ഷൻ. സുപ്രീം കോർട്ട് ഡിസ്മിസ് ദ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ എന്നാണല്ലോ, SLP അലോ ചെയ്തില്ല, ഫൈൽഡ് ബൈ റവന്യൂ, ദെർബൈ അഫേർമിംഗ് ഹൈക്കോർട്ട് ഡിസിഷൻ. അപ്പോൾ ഹൈക്കോർട്ട് ഡിസിഷൻ സമ്മതിച്ചു കൊടുക്കുകയാണ്, ക്ലിയർ ഇതാണ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ കീ ടേക്ക് അവേ എന്താണ്, expenses on software project that is abandoned due to obsolescence and which does not yield any enduring benefit qualify as revenue expenditure and are deductible. അല്ലേ, ഇതാണ് നമുക്ക് വേണ്ട കീ ടേക്ക് അവേ എന്ന് പറയുമ്പോൾ. ഇതാണ് മറ്റൊരു കേസിലോ സുപ്രീം കോർട്ട് തന്നെയാണ് സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ആക്ച്വലി സ്കോഷ് ചെയ്തിരിക്കുകയാണ് ഇവിടെ, അത് എടുക്കാതിരിക്കുകയാണ്. ഹൈക്കോർട്ടിന്റെ ഡിസിഷൻ അതേപോലെ അത് തന്നെയാണ് കറക്റ്റ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം കേസുകളൊക്കെ ഇന്നത്തെ ഒരു കാലത്ത് നടക്കാൻ സാധ്യതയുള്ള കേസുകളാണ്. പലതരം സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ബട്ട് ഡ്യൂ ടു റാപ്പിഡ് ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് അല്ലെങ്കിൽ ചേഞ്ചസ് എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ മുന്നോട്ട് പോയിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ആൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ എന്താണോ ഉണ്ടാക്കുന്നത് അതിലും വലിയ സാധനങ്ങൾ മാർക്കറ്റിൽ വളരെ ചീപ്പ് റേറ്റിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ വീണ്ടും ഇത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് കാര്യമൊന്നുമില്ല. അപ്പം എന്ത് ചെയ്തു, ഇവർ എത്രത്തോളം ആ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ ഉണ്ടായിട്ടുണ്ടോ അത് ഫുള്ള് എക്സ്പെൻഡിച്ചർ ക്ലെയിം ചെയ്തു എന്നുള്ളതാണ്. അതാണ് സമ്മതിക്കാതിരുന്നത് ഡിപ്പാർട്ട്മെന്റ്. ബട്ട് ആസ് പെർ സുപ്രീം കോർട്ട് ഡിസിഷൻ എന്താ വന്നിട്ടുള്ളത്, അത് അലോ ചെയ്യാമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് കേസ് നമ്പർ 4. ഓക്കെ, ചെറിയൊരു കേസിലാണല്ലേ, ഈസി അല്ലേ പഠിക്കാൻ.